അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുക്രൈൻ സമാധാന ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചടി നേരിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുക്രൈന്റെ കൂടുതൽ പ്രദേശങ്ങൾ തങ്ങൾ വിട്ടു നൽകണമെന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിൻ അലസ്ക ഉച്ചകോടിയിൽ ട്രംപിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ തന്റെ ഭൂപ്രദേശങ്ങൾ വിട്ടു നൽകി കീഴടങ്ങലിന് തയ്യാറല്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും വ്യക്തമാക്കി. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗം എന്ന നിലയിൽ യുക്രൈൻ ഡൊണറ്റ്സ്ക് റഷ്യക്ക് വിട്ടു നൽകണമെന്നാണ് ട്രംപ് സെലൻസ്കിയെ അറിയിച്ചതെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ നിർദ്ദേശം സെലൻസ്കി തള്ളിക്കളഞ്ഞു. റഷ്യ ഒരു വലിയ ശക്തിയാണെന്നും യുക്രൈൻ അങ്ങനെയല്ലെന്നും ചൂണ്ടിക്കാട്ടി സമാധാന കരാറിന് തയ്യാറാകണമെന്ന് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ തങ്ങളുടെ ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് സെലൻസ്കി ഉള്ളത്. അതേസമയം യുക്രൈന്റെ കൂടുതൽ പ്രദേശം വിട്ടു നൽകണമെന്ന് അലസ്ക ഉച്ചകോടിയിൽ പുടിൻ ട്രംപിനോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഡൊണറ്റ്സ്ക് പ്രവിശ്യയുടെ ഭൂരിഭാഗം പ്രദേശം ഉൾപ്പെടെ യുക്രൈന്റെ 1/5 പ്രദേശവും ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. മോസ്കോയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായ വ്യാവസായിക മേഖലയായ ഡൊണറ്റ്സ്ക് റഷ്യക്ക് വിട്ടു നൽകാൻ തയ്യാറായാൽ മറ്റ് പ്രദേശങ്ങളിലെ മുന്നേറ്റം മരവിപ്പിക്കാൻ തയ്യാറാണെന്ന് പുടിൻ നിലപാട് സ്വീകരിച്ചതായിട്ടാണ് സൂചനകളും. അലസ്ക ഉച്ചകോടിക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് അന്തിമ കരാറിലെത്തിയില്ലെങ്കിലും പല കാര്യങ്ങളിലും ധാരണയിലെത്തിയതായിട്ടും ട്രംപ് പറഞ്ഞു. ചർച്ച ശുഭപ്രതീക്ഷ നൽകുന്നതായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സമാധാന പാതയിലേക്കുള്ള ധാരണയെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിനും പ്രതികരിച്ചു. യുക്രൈൻ സഹോദര രാജ്യമാണെന്നും എന്നാൽ റഷ്യക്ക് പല ആശങ്കകളുണ്ടെന്നും അതിലൊന്ന് സെലൻസ്കി സർക്കാരാണെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. അമേരിക്കയിലെ അലസ്കയിലുള്ള ജോയിന്റ് ബേസ് എൽമണ്ട് ഓഫ് റിച്ചാർഡ്സണിൽ നടന്ന ചർച്ച 3 മണിക്കൂറോളം നീണ്ടു. 3.5 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗം തേടിയാണ് ഈ ചർച്ച നടന്നത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും നാറ്റോ രാജ്യങ്ങളുമായും ഉടൻ സംസാരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അലസ്ക ഉച്ചകോടിക്കിടെ റഷ്യൻ നേതാക്കളുടെ ചില പ്രവർത്തികൾ ലോകത്ത് വീണ്ടും സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ച ചർച്ചകളും സജീവമാക്കി. ചർച്ചകൾക്കായി അലസ്കയിലെത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവ് ധരിച്ച ടീഷർട്ടിലെ CCP എന്ന അക്ഷരങ്ങളാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. പഴയ സോവിയറ്റ് യൂണിയന്റെ റഷ്യൻ ഭാഷയിലെ ചുരുക്കപ്പേരാണ് CCP എന്നത്. 1991 സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് മുമ്പ് യുക്രൈനും റഷ്യയും അതിന്റെ ഭാഗമായിരുന്നു. ഈ ടീഷർട്ട് ധരിച്ചതിലൂടെ റഷ്യ അതിന്റെ താൽപര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് US-ന് സൂചന നൽകുകയായിരുന്നുവെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ലവ്റോവിന്റെ ഈ പ്രവൃത്തിക്ക് പിന്നാലെ പുടിനും ഒരു അപ്രതീക്ഷിത നീക്കം നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അലസ്കയിൽ മടങ്ങും മുമ്പ് സോവിയറ്റ് സൈനികരുടെ ശവകുടീരം സന്ദർശിച്ചാണ് പുടിൻ വീണ്ടും തങ്ങളുടെ സോവിയറ്റ് കാല പ്രതാപം ലോകത്തെ ഓർമ്മിപ്പിച്ചത്. 2ാം ലോക മഹായുദ്ധ സമയത്ത് മരിച്ച സോവിയറ്റ് പൈലറ്റ്മാരെയും നാവികരെയും അടക്കം ചെയ്ത ഫോർട്ട് റിച്ചാർഡ്സൺ മെമ്മോറിയൽ സെമിത്തേരിയിലെ ശവകുടീരങ്ങളിൽ പുടിൻ പുഷ്പാർച്ചനയും നടത്തി. അലസ്ക ഉച്ചകോടിയിലെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ക്ഷണിക്കാതിരുന്നത് വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. യുദ്ധം മതിയാക്കാൻ സമയമായെന്നും അതിനു വേണ്ടത് ചെയ്യേണ്ടത് റഷ്യയാണെന്നും അമേരിക്കയിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുകയാണെന്നും സെലൻസ്കി പ്രതികരിച്ചു. ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ വെല്ലുവിളികൾ നേരിട്ടിരിക്കുകയാണ്. യുക്രൈന്റെ ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന് റഷ്യയും തങ്ങളുടെ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്നും യുക്രൈൻ നിലപാടെടുക്കുമ്പോൾ സമാധാനം ഒരു വിദൂര സ്വപ്നമായി അവശേഷിക്കുകയാണ്. സെലൻസ്കിയെ കൂടി ഉൾപ്പെടുത്തി അലസ്കയിൽ 2ാമതൊരു ഉച്ചകോടി ഉടൻ നടക്കുമെന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ അടുത്ത ചർച്ചകൾക്ക് യുദ്ധത്തിന് അറുതി വരുത്താൻ സാധിക്കുമോ എന്നതും കാത്തിരുന്ന് കാണണം.